ഓണം റിലീസിൽ വമ്പൻ നേട്ടവുമായി പൃഥ്വിരാജ് ചിത്രം ഖലീഫ. ലാലേട്ടന്റെ ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോകേഷ് കനകരാജ് നായകനായിട്ടെത്തിയ DC എന്ന ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 10,20,00,000 രൂപയും, തമിഴ്നാട്ടിൽ നിന്നും 13,35,00,000 രൂപയും, ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 11,65,00,000 രൂപയും, കർണാടകയിൽ നിന്നും 5,40,00,000 രൂപയും, ഓവർസീസിൽ നിന്നും 16,73,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുള്ള DCയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 59,41,00,000 രൂപയോളമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 31 കോടി രൂപ. ഹോളിവുഡ് ചിത്രം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യ 14 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 34 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 557,84,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ $1.7 ബില്യൺ അഥവാ 16,300 കോടി രൂപ. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 2,100 കോടി രൂപ. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കിരൺദാസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഉന്മാദം. ചിത്രത്തിന്റെ 13 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 4,16,00,000 രൂപയോളം സ്വന്തമാക്കിയ ഉന്മാദത്തിന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 5,70,00,000 രൂപയോളമാണ്. 8 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറായ ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിനിടയിൽ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോണി ലിവ് ആണ് ഉന്മാദത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തുവരികയും ചെയ്യും. വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ തുടരും എന്ന ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 15,60,00,000 രൂപയോളം സ്വന്തമാക്കിയ തുടക്കത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 32,05,00,000 രൂപയോളമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 15 കോടി രൂപ. തെലുങ്കിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ കൊറിയൻ കനകരാജു. ചിത്രം റിലീസിനെത്തിയ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 19,07,00,000 രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി 28,32,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 25 കോടി രൂപ. സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ മൂവിയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഈ ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 41 മിനിറ്റും 40 സെക്കൻഡും. ഏതാണ്ട് 120 കോടി രൂപ ബഡ്ജറ്റിലാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് ഒരുങ്ങിയിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ റിലീസിന് മുൻപുള്ള ബിസിനസ്സുകൾ പരിശോധിക്കുകയാണെങ്കിൽ 85 കോടി രൂപയ്ക്ക് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സും, 12 കോടി രൂപയ്ക്ക് ഓഡിയോ അവകാശങ്ങൾ ആദിത്യ മ്യൂസിക്കും, 28 കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് അവകാശങ്ങൾ സി നെറ്റ്വർക്കും ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് സിനിമയുടെ നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് തന്നെ 125 കോടി രൂപയോളമാണ്. ഇനി തിയേറ്ററിക്കൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് 40 കോടി രൂപ, കേരള 3 കോടി രൂപ, കർണാടക 5 കോടി രൂപ, ആന്ധ്ര തെലങ്കാന 22 കോടി രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ 2 കോടി രൂപ. ടോട്ടൽ ഇന്ത്യ തിയേറ്ററിക്കൽ റൈറ്റ്സ് മാത്രം 72 കോടി രൂപ. ഇന്ത്യക്ക് പുറത്തുള്ള ഓവർസീസ് രാജ്യങ്ങളിൽ 20 കോടി രൂപ. അങ്ങനെ ആകെ മൊത്തത്തിൽ 90 കോടി രൂപയ്ക്കാണ് വിശ്വനാഥൻ ആൻഡ് സൺസിന്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. അതായത് സിനിമ തിയേറ്ററുകളിൽ ബ്രേക്ക് ഇവൻ ആകണമെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ 200 കോടി രൂപയിലേക്ക് എത്തണം. അതേസമയം പ്രൊഡ്യൂസർക്ക് ഓൾറെഡി 95 കോടി രൂപയോളം ലാഭത്തിലാണ് ഈ സിനിമ ഇപ്പോൾ. ഇനി സിനിമയുടെ പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ വൈകിട്ടോടെ ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗുകളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു സമയം വരെ ഏതാണ്ട് 12 കോടി രൂപയോളമാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ഈ സൂര്യ ചിത്രത്തിന് പ്രീസെയിൽ കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുള്ളത്. കാത്തിരിക്കും ഈ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ ഡീറ്റെയിൽസ് അറിയുവാൻ. വിശാൽ നായകനായി വിശാൽ തന്നെ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ മകുടം. ഈ ചിത്രവും നാളെ റിലീസിനെത്തുകയാണ്. വിശാലിനൊപ്പം തുഷാര വിജയൻ, അഞ്ജലി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മകുടത്തിന് US സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 3 മണിക്കൂറും 5 മിനിറ്റും. നാളെ രാവിലെ 9 മണി മുതൽ തമിഴ്നാട്ടിലും 10:30 മുതൽ കേരളത്തിലും മകുടത്തിന്റെ ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിക്കും. മലയാളത്തിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫാമിലി ഡ്രാമ മൂവിയാണ് മധുരമി ജീവിതം. സിദ്ദിഖ്, വിനയപ്രസാദ്, ഗായത്രി സുരേഷ്, ജോണി ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മാത്യൂസ് കറിയയാണ്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന മധുരമി ജീവിതം എന്ന ഈ ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 8 മിനിറ്റും. നാളെ രാവിലെ 11 മണി മുതൽ ഈ സിനിമയുടെ ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിക്കും. പ്രഭാസ്, പൃഥ്വിരാജ് സുകുമാരൻ, ശ്രുതിഹാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് 2023 പുറത്തുവന്ന ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് സിനിമയാണ് സലാർ. ഏതാണ്ട് 200 കോടി രൂപയോളം മുതൽ മുടക്കിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം 630 കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയിരുന്നു. സലാർ എന്ന ഈ ചിത്രം റിലീസ് ആയത് മുതൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് എന്നാവും സലാറിന്റെ രണ്ടാം ഭാഗം വരികയെന്ന്. ഇന്നിപ്പോൾ സലാർ 2വുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ജൂനിയർ NTRനെ നായകനാക്കി ഡ്രാഗൺ എന്ന സിനിമയാണ് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ജൂനിയർ
ജൂനിയർ NTRന് നടന്ന ആക്സിഡന്റിനെ തുടർന്ന് ഡ്രാഗന്റെ ഷൂട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഡ്രാഗന്റെ ഷൂട്ട് പുനരാരംഭിക്കണമെങ്കിൽ കുറഞ്ഞത് 4 മാസമെങ്കിലും വേണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകളിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ പ്രശാന്ത് നീൽ സലാർ 2 എന്ന സിനിമയുടെ വർക്കുകളിലേക്ക് കടക്കുകയാണെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സലാറിന്റെ ആദ്യ ഭാഗത്തിന്റെ ചിത്രീകരണ സമയം തന്നെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള 20% ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരുന്നു. അതിനാൽ തന്നെ അധികം കാലതാമസമില്ലാതെ സലാർ 2 പൂർത്തീകരിക്കാനാവുമെന്ന കാരണത്തിനാലാണ് പ്രശാന്ത് നീൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം ഹോംബാലെ ഫിലിംസിന്റെ നിർമ്മാണത്തിൽ വരാനിരിക്കുന്ന സലാർ 2വിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി അശ്വന്ത് മാരിമുത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ധർമ്മൻ. ചിത്രത്തിന്റെ 2ാം ഘട്ട ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഇന്ന് കടലൂരിൽ വെച്ച് തുടക്കമായിരിക്കുന്നു. ഒരു കൊമേഴ്സ്യൽ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ ഒരു ഡോക്ടറുടെ വേഷത്തിലാവും സൂപ്പർ സ്റ്റാർ എത്തുക. അദ്ദേഹത്തിനൊപ്പം സിമ്രൻ, രാശി ഖന്ന, യോഗി ബാബു തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധും ഛായാഗ്രഹണം നികേത് ബൊമ്മിയും. രാജ്കമൽ ഫിലിംസിന് വേണ്ടി കമലഹാസൻ നിർമ്മിക്കുന്ന ധർമ്മൻ 2027 സമ്മർ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. തരുൺ മൂർത്തി ചിത്രം അതിമനോഹരത്തിന് ശേഷം ലാലേട്ടൻ അടുത്തതായി അഭിനയിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L367. മേപ്പടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു പ്രോജക്ട് ഇന്ത്യയിൽ നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു മിലിറ്ററി ആക്ഷൻ വാർ മൂവിയായിട്ടാണ് ഒരുങ്ങുന്നതെന്നും മേജർ രവി സിനിമകൾക്ക് ശേഷം ലാലേട്ടൻ വീണ്ടും ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് L367 എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനൊപ്പം വമ്പൻ താരനിര ഭാഗമായി തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എല്ലാം തന്നെ മൂവി ടീം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവുകയും ചെയ്യും. എന്നാൽ അതിമനോഹരത്തിന്റെ ശബരിമല ഷൂട്ട് പൂർത്തീകരിച്ച ശേഷം മാത്രമേ ലാലേട്ടൻ ഈ ചിത്രത്തിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യുകയുള്ളൂ. കാത്തിരിക്കാം പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയായി തയ്യാറാവുന്ന L367ന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. അശോക് സെൽവനെ കേന്ദ്ര കഥാപാത്രമാക്കി ആർ കാർത്തികേയൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അൻബിലവൻ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രീതി മുകുന്ദനാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. ഒരു റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന അൻബിലവൻ വരുന്ന സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തും. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം തുപ്പാക്കി. റോഷൻ റോഡ്രിഗസ്, ആൻഡ്രിക്സ് റയാൻ, അഭിനവ് ER, അഫക്സ് എഡിറ്റ്സ്, ഹാഷ്മി 5, വിനീത് VS തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിവിൻ പോളി, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് വരുന്ന ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫാമിലി റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസറിംഗ് ഇപ്പോൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2 മിനിറ്റും 47 സെക്കൻഡുമാണ് ട്രെയിലർ ഡ്യൂറേഷൻ. നാളെയോ മറ്റന്നാളോ ആയി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യാനാണ് സാധ്യത. ഇനി ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ മറ്റൊരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ ട്രെയിലർ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ജർമ്മനി, ഫ്രാൻസ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഓൺലൈൻ ബുക്കിംഗുകളെല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ തുടങ്ങിയവർ ചേർന്ന് നിർമ്മിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 6 ദിവസങ്ങൾ മാത്രം. വളരെ പ്രതീക്ഷകളോടെ പൃഥ്വിരാജ് ആരാധകരും ലാലേട്ടൻ ആരാധകരും ഒന്നടങ്കം മലയാള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഖലീഫ എന്ന ചിത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വൈറലാവുന്നുണ്ട്. അതെന്തെന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുപ്രസിദ്ധ ഗോൾഡ് സ്മഗ്ലറായ ആമിർ അലി എന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതി ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ആമിർ അലിയുടെ മുത്തശ്ശനായ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ മരണത്തെ തുടർന്ന് പ്രിയപ്പെട്ട മുത്തശ്ശന്റെ മരണത്തിന് ശേഷം ആമിർ അലി ഇന്ത്യയിലേക്ക് എത്തുന്നതും ശേഷമുള്ള പ്രതികാരവും തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ഖലീഫ എന്ന സിനിമയുടെ കഥാപശ്ചാത്തലമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് സാവധാനം സ്ലോയിൽ ആരംഭിച്ച് പിന്നീട് അങ്ങേയറ്റം ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ സിനിമയായിരിക്കും ഖലീഫ എന്ന് അനുമാനിക്കാം. സോ മികച്ച ഒരു തിരക്കഥയും കിടിലൻ മേക്കിങ്ങും സിനിമയ്ക്കുണ്ടെങ്കിൽ ഖലീഫ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാത്തിരിക്കാൻ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഖലീഫയുടെ റിലീസിനായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.